അയാൻ അയാൻ ഇഷ്ടട്ടാ ഫുള്ള് ഇവിടെ അടിയായിരിക്കും കേട്ടോ ഈ ഒരു സാധനത്തിന് വേണ്ടിട്ട്. ആ ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അർജൻറ്റായിട്ട് നമ്മൾ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് സാധനങ്ങളില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അവസാനം എന്ത് ചെയ്യും, ഞാൻ നടന്നു പോയി ഇവിടെ പച്ചക്കറി കടയിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ എന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും ഓൾവേസ് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. ആരും ഇല്ലാതാവുമ്പോൾ വാങ്ങി തരാനും ഒന്നിനും ആരും ഇല്ലെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അവിടെ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ ഇനി ആരും ഒന്നും വാങ്ങി തരാനില്ല, എനിക്ക് സമയം പോകണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വന്നത്. അതാണ് ഇപ്പോൾ പറയാൻ വന്നത്. ഈ പാത്രങ്ങളൊക്കെ കഴിയുമ്പോൾ നല്ല പേടിയാണ്. കൈ തന്നാലും പോയി കഴിഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള വിഷമത്തിനുള്ളതായി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാത്രങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. പൊതുവേ നമ്മൾ കുറച്ച് എനിക്ക് ഒരു ഇതിൻ്റെ ഒരു ക്രേസ് ഉള്ളതുകൊണ്ട് നല്ല പാത്രങ്ങളാണ് യൂസ് ചെയ്യാം. അല്ലേ, ഈ ഒരു ഐലാൻഡിൻ്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും ഉപയോഗിക്കുന്നത്. ഒന്ന് കാണിക്കലാണ് കുട്ടിയെ. നമ്മുടെ ക്യാമറ ഗേൾ നമ്മുടെ വേണക്കുട്ടിയാണ്. അപ്പോൾ എല്ലാം ഏകദേശം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ടെക്ക് നാക്കുമ്പോഴേക്കും മാജിക്കിൽ വരുന്ന പോലെ വരൂലേ, അങ്ങനെ വരൂല, നമ്മൾ പണിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ലോസിന് എൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, വെയിറ്റ് ലോസ് റെസിപ്പി സിലു കാണിക്കുമോ, ഞങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ചില വെയിറ്റ് ലോസ് റെസിപ്പി സാലഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലും വെയിറ്റ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതിൽ നമ്മൾ ചെയ്യുന്ന ചില ചെറിയ മിസ്റ്റേക്സ്, നമുക്കത് മിസ്റ്റേക്സ് ആണെന്ന് പോലും തോന്നില്ല, നമ്മളത് ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ വെയിറ്റ് ഒന്നും കുറയാത്തത്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം ഡയറ്റും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു 2-3 ദിവസത്തിൽ നല്ല വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനൊരു 2-3 കിലോ കൂടിയിട്ടുണ്ട്. അതൊന്ന് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ വിചാരിക്കും ഭയങ്കര ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരുമാതിരി വൃത്തികെട്ട ഫുഡാണ് ഡയറ്റ്, അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നില്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ അതല്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ സാലഡ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല സാലഡൊക്കെ എങ്ങനെയാണ് കഴിക്കണമെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ കാര്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് വെയിറ്റ് കൂടുകയും ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ സുക്കിനി, അങ്ങനത്തെ കുറച്ച് സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെന്താ വരാത്തത്? ഞാൻ തിരിച്ചാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സംസാരിക്കണതിൻ്റെ തിരക്കിലും. ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകണം. അവിടെ ടൈല് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 2 ദിവസം വൈകിട്ടുണ്ടായിരുന്നു ടൈല് പണിക്കാരെ കിട്ടാത്തതുകൊണ്ട്. അതുകൊണ്ട് ആകെ സാഡായിരുന്നു. എനിക്കത് കഴിഞ്ഞിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ വീടിൻ്റെ. എനിക്ക് എല്ലാവരും ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കണതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വെയിറ്റ് ചെയ്യുന്ന പോലെ ഒരുപാട് പേര് അതിന് വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നെക്സ്റ്റ് നമുക്ക് ക്യാരറ്റും കൂടെ. ഇതിൻ്റെ മെയിൻ ഇനിയൊരു പാർട്ട് എന്താണെന്നറിയോ, നമ്മളിതെങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളത് മെയിനാണ് കേട്ടോ. നമ്മൾ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വലിയ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. സെയിം തിങ് നല്ല തിന്നായിട്ടൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സാലഡ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കട്ടിങ്ങിൻ്റെ കാര്യത്തിലും നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ ഈ നൂഡിൽസൊക്കെ ചെയ്യുന്ന പോലെ നല്ല ഇതുപോലെ ഈ ഒരു ടൈപ്പിലാണ് മിക്കവാറും ഞാൻ ആക്കാറുള്ളത്. നെക്സ്റ്റ് നമ്മുടെ സുക്കിനി.
ഇതില്ലേ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ വേണ്ട, നമുക്ക് സൈഡ് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ. ഇച്ചു ബേബി എവിടെ? അമ്മിൻ്റെ സ്വത്ത് എവിടെ? എന്ത് വേണം പറ, നോക്കട്ടെ. ഇത് വേണോ? ഇനി ഇതിൽ നമ്മൾ ചെയ്യണ മെയിൻ ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിൻ്റെ ഈ ഒരു വെള്ളം ഉണ്ടാവും, അത് മൊത്തത്തിൽ പിഴിഞ്ഞിട്ട് കളഞ്ഞ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കയ്പ്പ് ഇല്ലാതിരിക്കും. ഇങ്ങനെ കണ്ട ഈ വെള്ളം ഫുള്ളും കളയണം. അതിന് വേണമെങ്കിൽ ഈ റെന പറഞ്ഞ പോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെച്ചാൽ മതി. മെയിന് നമ്മുടെ ഈ സാലഡിൻ്റെ ഡ്രസ്സിങ്ങിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരു കാര്യം ഡ്രസ്സിങ്ങിൽ പാളിപ്പോവും. അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ലോസ് വരാത്തത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് സാലഡൊക്കെ കഴിച്ചാലും കാര്യമായിട്ട് ചേഞ്ചസ് ഇല്ല എന്ന് പറയുന്നത് അതാണ് കേട്ടോ. നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ട് മയണൈസ് ഇടുമല്ലോ. അപ്പോൾ മയണൈസ് നമ്മൾ സാധാരണ മുട്ടയിലോ ഒക്കെ അല്ലേ, ചിലപ്പോൾ ചിലർക്ക് പ്യുവർ വെജിറ്റേറിയനൊക്കെ വേണ്ടി വരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് പനീർ വെച്ചിട്ട് ഇതുപോലെ മയണൈസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. പനീർ ഞാൻ ഒരു 500 ഗ്രാമോളം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഗാർലിക് ക്ലോവ്സ് നമുക്ക് എത്രയാണോ വെളുത്തുള്ളിയുടെ ആ ഒരു ഇത് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുമല്ലോ, ആ ഒരു ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് അടിച്ച് കിട്ടാനും വേണ്ടിയിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ പനീർ നമുക്ക് വീട്ടിലുണ്ടാക്കിയ പനീറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ളം തന്നെ ഉണ്ടാവുമല്ലോ, അതെന്നെ വെച്ച് അടിച്ചെടുക്കാം. ഇത് ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് ഞാൻ നേരത്തെ പാലൊഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് തികഞ്ഞില്ല, നന്നായിട്ടൊന്നും അടിഞ്ഞു വന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് ഇത് മൂടിയോടെ അടിക്കുകയാണ് കേട്ടോ. മധുരം ഉണ്ടോ നോക്കട്ടെ എന്ന്. ടേസ്റ്റ് ഉണ്ട്. സമ്മർ സെറ്റ് മിസ്റ്റേക്ക്. മയണൈസിന് നമ്മൾ ചെറുതായിട്ട് പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഷുഗർ കട്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഹണിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ മയണൈസ് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ആയിട്ട്, അതായത് സാലഡ്സിനൊക്കെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കൂലേ, എന്നാലേ സാലഡ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഹലോ, പിന്നെ അവിടെ അളക്കാൻ അരമണിക്കൂറിൽ ആൾ വരും അത്ര, നിങ്ങളൊന്ന് പോണോ? ഇത് വന്നിട്ട് നമ്മൾ ആദ്യം ഒരു വീടിൻ്റെ പണി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് കുറച്ച് ഇപ്പോൾ പ്രശ്നത്തിൽ നിൽക്കുകയാണ് കേട്ടോ. വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് മതിയായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അവർ അളക്കാൻ വരാതെ ഇത്രയും ദിവസം വൈകിട്ടല്ല എന്നുണ്ടെങ്കിൽ മഴയാവുന്നതിന് മുമ്പ് അവർക്ക് ആ ഒരു വീടാക്കി കൊടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകിലും കൂടിയാണ്. പിന്നെ ദേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജ്ജീസ് എല്ലാം കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജ്ജീസും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഈ കുക്കുംബർ, പിന്നെ ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ അതിലേക്ക് കടല പ്രോട്ടീനാണ്, അതുകൊണ്ട് അതും ഇടാം. പിന്നെ നമ്മുടെ മയോണൈസും കൂടെ ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി ഞാൻ തേന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺഫ്ലേക്സോ അതുപോലെ എന്തെങ്കിലും വേണമെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് ഇട്ടാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഓൾവേസ് കഴിക്കുന്ന ഫുഡൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. അത്യാവശ്യം ഇപ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ തോന്നിയാൽ കഴിക്കാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് കൺട്രോൾ ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് പക്കായിട്ട് കൺട്രോൾ ചെയ്യും. ചിലപ്പോൾ ഞാൻ തന്നെ വിചാരിക്കും എനിക്കൊക്കെ ഇത്രയും കൺട്രോൾ ഉണ്ടോ എന്നുള്ളത്. വായിൽ ആരെങ്കിലും വെച്ച് തന്നാൽ പോലും ചിലപ്പോൾ കഴിക്കൂല. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നിൽക്കുള്ളൂ കേട്ടോ ഈ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ അത് ഏറ്റവും ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചും കൂടെ തേനും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് റനക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാലഡ്സൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട്. നമുക്ക് അത്യാവശ്യം വയറ് നന്നായിട്ട് ഫില്ലായതായിട്ട് ഫീൽ ചെയ്യും. കാർബ് കൂടുതലുള്ള ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സാലഡ് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രേവിങ്സ് മാറും, വിശപ്പ് മാറും, കാലറി കൂടുതലായി എന്നുള്ള ടെൻഷനും വേണ്ട. ഓക്കെ, ഇനിയിപ്പോൾ ഫുള്ള് ഇവിടെ അടിയായിരിക്കും കേട്ടോ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇച്ചു ബേബി അയച്ചും വന്നിട്ടുണ്ട്. എന്ത് വേണം കുട്ടികൾക്ക്? എന്താണ് ഇത് വേണോ?
ഇത് അയച്ച വരില്ല അയച്ച ഇരിക്കും തിന്നാ കഴുകിയിട്ട് കൊടുക്കേണ്ടി വരും. വലിയവർക്ക് ഇത്തിരി കഴിക്കാൻ ചെറിയ കുട്ടികൾക്ക് ഇത്തിരി കഴിക്കാൻ ബുദ്ധിമുട്ടാട്ടോ. അത്യാവശ്യം റനക്കുട്ടിക്ക് വേണ്ടിയിട്ട് എരിവിട്ടിട്ടുണ്ടായിരുന്നു. പിച്ചു പോയി പറയണേ അമ്മ സൂപ്പറായിട്ടില്ല എന്ന്. ഞങ്ങൾക്ക് നന്നായി ഇഷ്ടം. പ്രണുണ്ടെന്നോ അടുത്ത് ഇനിയിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് പോകണം. നമുക്ക് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അപ്പളേക്കപ്പം ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവിടെ കറ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഞാൻ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അന്ന് രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ തിരിച്ച് വരാം. ഇനി പച്ചമ്മയുടെ വീട്ടിലേക്കൊക്കെ പോയി അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വേഗം അവിടെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മളെടുത്ത ഈ സെറാമിക് പാത്രങ്ങളൊക്കെ ഇല്ലേ അത് വേഗം അവിടെ വാഷും ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ അങ്ങനെ കിടക്കും. കുട്ടികൾ വല്ലതും വലിച്ചിട്ട് പൊട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സങ്കടത്തിനുള്ളത് വകയായി. അപ്പോൾ അത് അത്യാവശ്യം എല്ലാം കൂടെ അതേ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ റെസിപ്പി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് റിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് അങ്ങനെ ഇതാക്കും. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നില്ലേ എന്തിനാണിപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് വരുന്നു അങ്ങനെ ഇങ്ങനെയെന്നുള്ളത്. ചില വീഡിയോസിന് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ വരണം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു നിർബന്ധമായിട്ടുള്ള കാര്യമൊക്കെ ആയിരിക്കും. അതിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ചില സമയങ്ങളിൽ പറ്റാറില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. പറഞ്ഞ സമയം 4 മണി ആയിട്ടുണ്ട്. നേരത്തെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ എടുത്ത വേറെ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള വീഡിയോ ഒക്കെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ രണ്ടുപേരും ഇതിനകത്തുണ്ട്. അമ്മേൻ്റെ വീട്ടിലുണ്ട്. അമ്മാൻ്റെ അവിടെ കൊണ്ടാക്കിയിട്ട് അമ്മ അങ്ങനെ പോകും. അതോ ഹാൻഡ് ബ്രേക്ക് ഒക്കെ എടുത്തു വിടൂട്ടാ. വണ്ടി ഒറ്റ പോക്ക് പോകും. നല്ല രസമാണ്. ദീദിനെ വിട്ടിട്ട് പോണേ? എവിടെ ഇച്ചുമാ ദീദിനെ വിട്ടിട്ട് പോണാ? ദീദി ബാ പറി. നല്ല ഫുഡ് കഴിക്കാത്തതിന്റെ ക്ഷീണമൊക്കെ ഉണ്ട്. ഫുൾ 0 കാർബ് ഡയറ്റാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഷുഗർ കട്ട് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ കട്ട ശോകമാണ് എൻ്റെ അവസ്ഥ ഗൈസ്. ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഓരോന്ന് കഴിപ്പിക്കാൻ ഇവിടെ ഒരാൾ എന്താ ഒരു തിടുക്കം പൊരിച്ചത് ഒക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിക്കണോന്ന് നമ്മൾ തന്നെ കടിച്ചു പിടിച്ചിരിക്കുന്നത് എന്തോ പറഞ്ഞ പോലെ. കുശുമ്പാണ് കുശുമ്പ് അല്ലേ? എന്താണ് കുട്ടികളോടല്ലേ? ഉണ്ടാവോ? അവര് കോൺട്രാക്ട് ചെയ്തുകൊണ്ട് തീർത്തല്ലോ. മറ്റേ രാമചന്ദ്രന്റെ റൂമില് മറ്റവിടെ തീർന്നത്ര. രാമചന്ദ്രന്റെ റൂമിലാണ് ഇനി പിന്നെ സ്കേറ്റിംഗ് ഒക്കെ നാളെ ആയിരിക്കും. എന്താണ് വീട് പണിയല്ലേ? അതുകൊണ്ട് അതാണ് ഈ പ്രയോജനം. എങ്ങനെയുണ്ട് പണികളൊക്കെ? സൂപ്പർ. ഓ എന്റെ പൊന്നും മകന്റെ കുരുത്ത ഞാൻ മാത്രം കൊണ്ട് സൂപ്പറായി വന്നു. പടച്ചോന്റെ അള്ളാവ് എന്റെ മേനുണ്ട്. ആര്? അതാ അസ്തമിക്കാൻ പോണ. സൂപ്പറായില്ല നമ്മുടെ വീട്? സൂപ്പറായി. അതന്നെ ഇതിന്റെ കൂടെ കെട്ടും പറഞ്ഞ് ഇങ്ങനെ ആകുന്നത് ചെയ്യണേ. ഇത്
ശരിയാക്കിയില്ല. ഇതൊക്കെ ശരിയാക്കിയതാ ഒക്കെ കാട് വെട്ടി ഇനി വല വെക്കണം. കിണറുണ്ടല്ലേ? പാവം നന്നായി പടച്ചോനി നിറവേറ്റില്ല. അല്ല ഞാൻ രാവിലെ വരണം വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോ പണിയല്ലേ അവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. ഉണ്ട പോയി ഇന്ന് എവിടെ കിടക്കുന്നു? ഉള്ളിൽ കിടക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ. ഇവിടെ കിടക്കാൻ പറ്റുമോ നോക്കണം. സെറ്റപ്പ് എങ്ങനെ കട്ടിലെടുത്ത് ഇപ്പുറത്തിട്ടിട്ട് മഴ പെയ്യാണ്ടായിരുന്നു. ഇന്ന് പെയ്യും തോന്നുന്നില്ല. അന്ന് നന്നായി പടച്ചോന്റെ കുറവാ. അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കി 2 ദിവസം. എന്താ വെച്ചാല് ഇനിയിപ്പോ അപ്പൊ നമ്മള് ലാസ്റ്റ് ഇവിടെ കാണിച്ചില്ലല്ലോ. ഇവിടെ എല്ലാം ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെല്ലാം വേറൊരു സംഭവങ്ങളൊക്കെ വരും. ഇങ്ങോട്ട് കാണിക്കണം കുട്ടി. ഇവിടത്തെ തിക്കിന്റെ ഇതൊക്കെ പൊളിച്ച് എല്ലാം പൊളിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മട്ടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ടൈല് വരും. ടൈലിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് മാത്രം ഇട്ടിട്ടില്ല, ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലായി. പുതിയ പൈപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരോഗ്യത്തോടെ ഇരിക്കണ്ട. പിന്നെ വേണ്ടേന്നോ മാർക്കണ്ട വേണ്ടറ്റ പടത്തോനെ ഉള്ള. ഞാനതാ പറയും ഇരിക്കട്ടെ എന്റെ പൊന്മാർ. എനിക്കെന്നപ്പോ വയസ്സിൽ 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ പണിയും കഴിഞ്ഞ് സമാധാനത്തിൽ ഇരിക്കാം. എന്റെ മകൻ കാരണം, ദൈവം കാരണം, പടച്ചോൻ കാരണം. കണ്ടു ഞാന്. പക്ഷെ ചെറിയൊരു വളവുണ്ട്, എന്നാലും കുഴപ്പമില്ല അല്ലേ? വരണം. കാരണം നാളെ ടൈലും ഫുള്ള് പണി തീരുന്നാണ് തോന്നുന്നത്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നാളെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ മറ്റേ പെയിന്ററിനെ എപ്പോഴാണ് വിളിക്കുന്നത്? നാളെ ഇവരുടെ തീരും. ഇപ്പോൾ ഇവിടെ ടൈൽസ് പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ദിവസം പണി കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഒരു 4-5 ദിവസത്തിൽ ഇതൊക്കെ തീരുന്നാണ് വിചാരിച്ചത്. ടൈൽ ആക്ച്വലി അവർ ഇട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അവർ അത്രയും വൃത്തിക്ക് നല്ല എന്താ പറയുക, ഒരുപാട് നല്ല രീതിയിൽ അവരെ കുറച്ച് ദിവസമെങ്കിലും ജീവിപ്പിക്കണം എന്നൊരാഗ്രഹമുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ടൈലും കൂടെ ഇട്ട് വൃത്തിയാക്കി കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ഇനി പെയിൻ്റ് അടി, ഇനി കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാനായി. അതിൻ്റെ നല്ല ടെൻഷനുണ്ട്. 2-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് കേട്ടോ. ഞങ്ങൾ പോവാം. നാളെ എപ്പോൾ വരുന്നുള്ള അറിയില്ല. ഇവരുടെ പണി എങ്ങനെ താഴത്തെ ലൈന് ഫുള്ളായിട്ട് ആക്കി. ഓക്കെ, അപ്പൊ കാണാൻ വൃത്തിയുണ്ടാവും. ഫുള്ള് താഴെ കട്ട് ചെയ്യാണ്ട് ഫുള്ള് ഒടിച്ചുകൂടി. അതിനുശേഷം മേലത്തുള്ളത് മാത്രം നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഒടിച്ചാൽ മതി. ഓക്കെ, ചെയ്യാൻ പറ്റില്ല. ബോക്സിന്റെ ഭാഗം കട്ട് ചെയ്ത് ഒട്ടിക്കണം. ശരി, ഞാൻ ഇറങ്ങാണ്. നാളെ ചിലപ്പോ വരും, അല്ലെങ്കിൽ മറ്റന്നാളെ. ശരി, ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും. ഉള്ളിൽ കയറാൻ പറ്റൂല. വീഡിയോ ഇന്ന് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ശനിയാഴ്ച നാളെ വ്യാഴോ ശനിയാഴ്ചത്തേക്ക് വീഡിയോ.
അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു സ്പോർട്സ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ ഒരു ആർച്ചറി സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഹയാൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു കേട്ടോ. അവനല്ലെങ്കിൽ ടി വി കാണുക, മൊബൈൽ കാണുക എന്നുള്ള ആ ഒരു സമയം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമാവുന്ന രീതിയിൽ എന്താ കഴിവ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറേ വാങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ അത് വാങ്ങിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും തോന്നി. അതും വാങ്ങിച്ച് പിന്നെ ഞങ്ങൾക്ക് ഷൂ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ജിമ്മിന് പോവാണ് കേട്ടോ. മൊത്തത്തിൽ തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമാണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു സമയം. ജിമ്മിന് പോയിട്ട് വന്ന് ഹയാൻ വന്നിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ട് നമ്മൾ ആ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കാൻ കേട്ടോ. അമ്മന്റെ കുട്ടി വന്ന് ഹയാൻ അങ്ങോട്ട് നിക്ക് ദൂരെ നിക്ക് തിരി ഇങ്ങോട്ട് തിരി. ഹയാനിക്കും അയച്ചെടുക്കും. തിരിച്ചു നോക്ക്, ഓപ്പൺ ചെയ്. തുറന്നു കൊടുക്ക് കുട്ടിക്ക്. നിനക്ക് കത്തി അവിടെ പുറത്താ, കത്തി എടുക്ക്. അയ്യാനേ അവള് നോക്കി അടിയക്കൂടെ. എനിക്ക് വാങ്ങിച്ചു തന്നതാണോ അമ്മീന്ന്. അടുക്കണ്ടടി, അത് വന്നായി. അയാൻ ഇഷ്ടട്ടാ വാങ്ങിച്ചിക്കണം മോകൊക്കെ. എടാ അങ്ങനെ നിനക്കൊരു സത്യം അറിയോ? ഇവരൊക്കെ വേണ്ട വേണ്ട പറഞ്ഞു. ഞാൻ ഒരൊറ്റ ഒരാളുടെ നിർബന്ധത്തിൽ വാങ്ങിച്ചതാണ്. അതറിയോ നിനക്ക്? എന്നോടുള്ള സ്നേഹത്തിന്റെ ഒരു 1/4% നീ എന്നോട് കാണിച്ചാ മതിയടാ, അനുസരിച്ചാ മതിയടാ. ആ നിന്നെ അതില് മൂടും. അത്ര വലുതാണത്, കുറച്ച് വലുതാവണം. എത്ര വില വണ്ട്? ഇത് ക്ലോസ് ചെയ്, ഇത് ക്ലോസ് ചെയ്. അതിന്റെ ഉള്ളിലത്തെ സാധനം ആ സ്റ്റാൻഡൊക്കെ മാറ്റ്. ആ പൊട്ടൂട്ടാ, പൊട്ടത്തരം കാണിക്കല്ലേ. എന്തെങ്ങള് എന്റെ ക്ലാസ്സുകളിനെ നോക്കണ് പൊട്ടത്. പിന്നെ എല്ലാം നിങ്ങൾ ഇതാക്കേണ്ടി വരും. അതിനത് ക്ലോസ് ചെയ്തിട്ട് എവിടെയെങ്കിലും വെക്ക. അതിലാണ് അടിക്കണ്ട്. ഇഷ്ടപ്പെട്ടടാ? ഇവരൊക്കെ വേണ്ട പറഞ്ഞടാ. ഞാന് എല്ലാരും പറഞ്ഞു വേണ്ടേ വേണ്ട, എന്തിനാണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ. അല്ല നല്ല ഷോർട്ടാണ് കേട്ടാ. എന്റെ ഗ്ലാസ് പൊട്ടുന്ന എനിക്കിപ്പോ വൃത്തിയാക്കാൻ വയ്യ. ഹയാനിക്ക് കൊടുക്കും. നിങ്ങൾ വേണ്ട പറഞ്ഞാണ്. വേണ്ട അവൻ എന്തോ ചേട്ടങ്ങള് മാറ്. എന്തായിരുന്നത് വാങ്ങണ്ട വാങ്ങണ്ട പറയാൻ ഇൻട്രസ്റ്റ് എന്നറിയോ? ഇപ്പൊ എന്തായി? ആ അബിക്ക് കളിക്കാൻ വേണോ? എന്റെ ബോട്ടിൽ പൊട്ടിക്കോ? ആ അയച്ച നിനക്ക് പിടിക്കാൻ പറ്റില്ലടി. അണ്ണ പഠിപ്പിച്ചു തരൂ കേട്ടാ.
എന്താ ഹയാൻ? സർപ്രൈസ്, ബിഗ് സർപ്രൈസ്. 5,000 rupees above ആണ്. സന്തോഷായ? സന്തോഷായ? സേ അൽഹംദുലില്ലാ. TV 1 hour തരാം, ബാക്കി ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ? ആ ദിവസങ്ങളിലൊക്കെ തന്നെ എനിക്ക് നല്ല ഇങ്ങനെ പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആകാതെ സമയം പോകെ എൻ്റെ പെയിന് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് കൂടി, തീരെ എണിക്കാൻ പറ്റാണ്ട് ബെഡിൽ തന്നെ ആയി. ലാസ്റ്റ് ഇക്കാനെ വിളിച്ച് ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷനൊക്കെ ഇട്ട് അങ്ങനെ തിരിച്ചു വന്നു. ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ തന്നെ റെസ്റ്റാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഫൈനൽ പരിപാടികളൊക്കെ നടക്കാനുണ്ട്. അതായത് സൺഡേ, നാളത്തെ ദിവസം അവരുടെ വീട് ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാലക്കാട്ടുള്ളവർക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരാം, എന്നെയും കാണാം ഇൻഷാ അല്ലാ. എൻ്റെയും വലിയൊരു സ്വപ്നമാണ് നാളേക്ക് പൂവണിയാനായിട്ട് പോകുന്നത്. അവരെ ആ ഒരു ഇതിലേക്ക് ഇരുത്തി ആ ഭംഗി കണ്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു തരണം. അതാണ് കേട്ടോ ആഗ്രഹം. പിന്നെ മരിച്ചു പോകും, അമ്മയ്ക്ക് പേടിയാവണോ? എവിടെ മരിച്ചു പോണോ? അവിടെയാ? അയ്യോ, അമ്മയ്ക്ക് പേടിയാവണേ, അമ്മ ഇങ്ങനെ മരിച്ചു പോകും. അവളുടെ ഉദ്ദേശം മരിച്ചു പോകാ പറഞ്ഞ എങ്ങോട്ടോ പോകാണ് എന്നാണ്. ഞാൻ ലേറ്റ് ഉണ്ടല്ലോ അവിടെ. അമ്മ എങ്ങനെ മരിച്ചു പോകും? അമ്മയ്ക്ക് പേടിയാവണേ. എവിടെ ലേറ്റ് ഉണ്ടല്ലോ? മരിച്ചു പോണ എവിടെയാ? അവിടെ ഒന്നും ലേറ്റ് ഉണ്ടാവൂല.